പുരുഷനാണെങ്കിൽ സ്ത്രീ ശബ്ദം മാറ്റി പുരുഷ ശബ്ദം കൊടുക്കുന്നതും ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഇപ്പൊ നമ്മൾ 10 വയസ്സുള്ള ഒരു ആൺകുട്ടി, ഇവിടെ മുതൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. 10 വയസ്സുള്ള ഒരു ആൺകുട്ടി അപ്പം പാടിയാൽ പെണ്ണിന്റെ സ്വരമായിരിക്കും. നമുക്കറിയാലോ, നമ്മൾ മദ്രസയിലെ കുട്ടികളൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. ആ കുട്ടി പാടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തൊളി മഹമൂദരെ മദ്ഹു പാട്ട് പാടിടാം, പാട്ടു കേട്ടുറങ്ങണം പൂങ്കുറുഞ്ഞി പൈതലേ. അതൊരു 10 വയസ്സുകാരൻ പാടുമ്പോൾ ഒരു സ്ത്രീ ശബ്ദത്തിലേക്കാണ് സാദൃശ്യം ഉണ്ടാവുക. അത് പുരുഷ ശബ്ദമായി മാറുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ്. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ശബ്ദം മാറി പുരുഷ ശബ്ദം വന്നു. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ചിലർക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെ പ്രവർത്തനം ശരിക്കും നടക്കൂല. അതുകൊണ്ട് 30 വയസ്സെത്തിയാലും പെണ്ണിന്റെ ശബ്ദത്തില് അവൻ സംസാരിക്കും. ഇതേ ഗ്രന്ഥിയാണ് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ, ബയോളജിയാണ്. ഒരു ദിവസം ലക്ഷക്കണക്കിന് ബീജാണുക്കൾ നിർമ്മിച്ച ബീജാണുക്കൾ എപ്പിഡൈമസ് കനാലിൽ സൂക്ഷിക്കപ്പെടുന്ന ബീജാണുക്കൾക്ക് കഴിക്കാൻ ആഹാരമായി കൂപ്പർ സെമിനൽ വെസിക്കിൾസ് എന്ന സംഭവം അള്ളാഹു പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഒരു സമയത്ത് ഇത് വിസർജിക്കപ്പെടുമ്പോൾ, ആ വിസർജിക്കപ്പെടുന്ന ആരോഗ്യവാനായ ഒരു പുരുഷൻ വിസർജിക്കുമ്പോൾ അവന്റെ ഇന്ദ്രിയത്തിന്റെ അളവ് 3/4 മില്ലി ആണ്. ആ 3/4 മില്ലി ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് വരുന്ന ബീജാണുക്കൾ ഉണ്ടാവും. ആ കോടിക്കണക്കിന് വരുന്ന ബീജാണുക്കളിൽ പുരുഷന്റെ ശുക്ലത്തിൽ XY 2 ഘടകങ്ങൾ ഉണ്ടാവാം. X വരാം, Yയും വരാം. സ്ത്രീക്ക് X എന്ന ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പോൾ X എന്ന സ്ത്രീയുടെ ക്രോമസോമിലേക്ക് പുരുഷന്റെ ബീജത്തിലെ Y ക്രോമസോമാണ് പോകുന്നെങ്കിൽ Y+X boy. അവൾ പ്രസവിക്കുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കും. നേരെ മറിച്ച് പുരുഷ ബീജത്തിലെ X ക്രോമസോമാണ് പുരുഷ ബീജത്തിലേക്ക് പോകുന്നെങ്കിൽ X+X ഗേൾ, പെണ്ണ്, കുട്ടി പെണ്ണായി മാറും. പോവട്ടെ, അങ്ങനെ X+Y അല്ലെങ്കിൽ X+X എന്ന 2 ക്രോമസോമുകൾ ചേർന്നു. ഇത് ഗർഭപാത്രത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഫെലോപ്പിയൻ ട്യൂബിന്റെ അഗ്രത്ത് വെച്ച് ഒരു പന്ത് പോലെ രൂപാന്തരം പ്രാപിച്ച്, ആ പന്ത് പോലെ രൂപാന്തരം പ്രാപിച്ച് ഗർഭാശയത്തിൽ വന്നിട്ട് ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കും. കുറെ കഴിയുമ്പോൾ അത് രക്തക്കട്ടയായി, കുറെ കഴിയുമ്പോൾ അത് മാംസക്കട്ടയായി, കുറെ കഴിയുമ്പോൾ അത് മാറി എല്ലുകളായി, കുറെ ദിവസം കഴിയുമ്പോൾ എല്ലുകൾ മാറിയിട്ട് എല്ലുകളിൽ മാംസം വന്നങ്ങനെ പൊതിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഒരു പൂർണ്ണ വളർച്ചയെത്ത കുട്ടിയായി പിന്നെ അവൾ പ്രസവിക്കുന്നു. ഇതാണ് ശാസ്ത്രീയമായി 50 ഗ്രാം തൂക്കം വരുന്ന ഗർഭപാത്രത്തിനകത്ത് നടക്കുന്ന ഭ്രൂണത്തിന്റെ ഗതിമാറ്റത്തെ സംബന്ധിച്ച് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത്. ഇത് 1823 മുമ്പ് ശാസ്ത്രത്തിന് അജ്ഞാതമായിരുന്നു. 1900 ശേഷമാണ് ആധുനിക ജീവശാസ്ത്ര പഠനം ഇതനുസരിച്ച് ഉണ്ടായത്. ആധുനിക ശാസ്ത്രം ഇത് കണ്ടെത്തുന്നതിന് 13 നൂറ്റാണ്ടിന് മുമ്പ് മദീനയിലെ ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ പള്ളിക്കകത്ത് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും പഠിച്ച പ്രവാചകൻ അനുചരന്മാർക്ക് ആധുനിക ശാസ്ത്രത്തെ വിസ്മയിപ്പിക്കുന്ന ഈ ജീവശാസ്ത്രം ഖുർആനകത്തൂടെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ഇത് മനുഷ്യന്റെ രചനയല്ല, അള്ളാഹുവിന്റെ രചനയാണെന്ന് ഒരു നിഷ്പക്ഷ ബുദ്ധിമാന് പറയേണ്ടി വരില്ലേ? ശ്രദ്ധിക്കണേ, ഒട്ടകപ്പുറത്ത് വെച്ചിറങ്ങിയ സൂറത്താണ് സൂറത്തുൽ അൻആം. മുഹമ്മദ് മുസ്തഫ ഇമാം മുസ്ലിമിന്റെ ഹദീസിലുണ്ട് 70,000 മലക്കുകൾ ആ സൂറത്തുമായി ജിബ്രീലിനോടൊപ്പം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം 70,000 മലക്കുകളും ആ സൂറത്തുമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. അങ്ങനെ ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും ഒട്ടകപ്പുറത്തും ഇസ്രാഈന്റെ രാത്രിയിലും മിഅ്റാജിന്റെ രാത്രിയിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്തമായി ഇറങ്ങിയ ആയത്തുകൾ ഇടയ്ക്ക് വെച്ച് നബിക്കൊരു പേടിയുണ്ടായി. ശ്രദ്ധിക്കണേ, എന്റെ ഒരു തമാശ ഞാൻ ഈ സബ്ജക്റ്റിൽ പറഞ്ഞാൽ ആ വിഷയത്തിന്റെ ഭാഗമായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു പോയിന്റ്, എനിക്ക് 3 പോയിന്റ് അന്ന് പറയുന്നത്, അത് ഒരു പോയിന്റ് തീർന്നിട്ടില്ല.
അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്കതറിയാം. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അറിവില്ലാത്തവരാണെന്നാണല്ലോ ഇയാൾ പറയുന്ന, ആർത്ഥത്തിലല്ല, തെറ്റിദ്ധരിക്കരുത്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ തരുമാറാവട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അവസരവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നബിക്കൊരു പേടി വന്നു, പടച്ചോനെ എഴുത്തറിയില്ല എനിക്ക്. അപ്പൊ നീ ഇങ്ങനെ ഖുർആൻ ഇറക്കുമ്പോ എന്റെ മനസ്സിൽ ഇത് പോവോ? മുമ്പിറങ്ങിയതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടക്ക് ആയത്ത് പോവോ? പേടി. അപ്പൊ നബി എന്ത് ചെയ്തു? ധൃതിയിൽ ഓതാൻ തുടങ്ങി. അത്രേ മുമ്പ് ഇറങ്ങിയ ആയത്തുകളൊക്കെ അങ്ങനെ ധൃതിയിൽ ഓതി മനസ്സിനകത്ത് ഉറപ്പായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ നാം ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്നു എന്നാ ബുഖാരിലുണ്ട്. ആ സമയത്ത് നബി ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങി. സൂറത്തുൽ ഖിയാമയിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന فإذا قرأناه فاتبع قرآنه ثم إن علينا بيانا. സൂറത്തുൽ ഖിയാമയിലെ ആയത്ത് അന്നേരമാണ് ഇറങ്ങുന്നത്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ലാ തുഹർരിക് ബിഹി ലിസാനക, നബിയെ അങ്ങ് നാക്കിട്ട് അനക്കണ്ട. ലിതഅജല ബിഹി, അത് മനസ്സിൽ വേഗം ഉറക്കാണ്. മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് മനസ്സിൽ അത് ഉറക്കാൻ വേണ്ടി നാക്കിട്ട് ഇങ്ങനെ ചലിപ്പിക്കണ്ട. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന, അത് അങ്ങയുടെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. അത് വായിച്ചു തരിക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഫഇദാ ഖറഅനാഹു, നാം അത് അങ്ങക്ക് ഓതി തന്നാൽ ഫത്തബിഉ ഖുർആനഹു, അത് അങ്ങ് പിൻപറ്റിയാൽ മാത്രം മതി. സുമ്മ ഇന്ന അലൈനാ ബയാനാ, അതിന്റെ വ്യാഖ്യാനം എന്ത് എന്ന് നബിക്ക് ഞാൻ അറിയിച്ചു തരാം. അപ്പൊ നബിന്റെ പേടി അങ്ങ് മാറി. മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ ഖിയാമയിലെ ആയത്ത് ഇപ്പോഴുണ്ട്. നിങ്ങൾ നാളെ എടുത്ത് ഖുർആൻ ഓതുമ്പോ, അല്ലെങ്കിൽ ഖുർആൻ ഖത്ത ഓതുമ്പോ, ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ ഈ ആയത്തെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഓർമ്മ കൃത്യമായി ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നബിതങ്ങളുടെ ഭയം പോയി. അങ്ങനെ നബിതങ്ങൾ വഫാത്താകുന്നത് വരെ ഈ ഖുർആന്റെ സ്ഥിതി എന്താ? നബിതങ്ങൾ മനഃപ്പാടമാക്കിയിരുന്നു. നബിതങ്ങളുടെ അനുചരന്മാരിൽ നല്ലൊരു ശതമാനത്തെയും മനഃപ്പാടമാക്കാൻ പഠിപ്പിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ ഇന്നലെ ഓതിയ ഒരു ആയത്തിന്റെ ഒരു ഭാഗം ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നു. യുഅല്ലിമുഹുമുൽ കിതാബ എന്ന് പറഞ്ഞല്ലോ, ഖുർആൻ നബി പഠിപ്പിച്ചു എന്ന്. അത് പാരായണവും പഠിപ്പിച്ചു. ആശയം മാത്രമല്ല, നബി തങ്ങൾ പാരായണവും പഠിപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടും കൂടണം. ബ ബ പറയുമ്പോൾ രണ്ട് ചുണ്ടും കൂടണം. എന്ന് പറയുമ്പോൾ മീം രണ്ട് ചുണ്ടും കൂടണം. അത് നബി പഠിപ്പിക്കുക, പാരായണം പഠിപ്പിച്ചു, ആശയം പഠിപ്പിച്ചു. ഇപ്പോ നമ്മൾ ഇന്നലെ മറിയം സൂറത്ത് ഓതി. അതിനകത്ത് കാഫ് ഹാ യാ ഐൻ സ്വാദ് എങ്ങനെ ഓതേണ്ടത്? കാഫ് ഹാ യാ ഐൻ സ്വാദ് ഓതേണ്ടത് എങ്ങനെ? ഒരു നിയമമുണ്ട്. അതിന്റെ നിയമം അങ്ങനെയാണ്. ചിലര് കഹഹ എന്നോതും. നിങ്ങളല്ല, അറിയില്ല. അതിന്റെ നിയമം എങ്ങനെ? കാഫ് മദ് ലാസിമ, അവിടെ നീട്ടണം, 7 ഹർക്കത്ത്. തൊട്ടടുത്ത് 2 അക്ഷരം ഹ യ, അത് സാദാ മദ്ദേ പാടുള്ളൂ. അപ്പൊ 3 ശ്രദ്ധിച്ചോളാം. മൂന്നാമത്തെ അക്ഷരം ഐ, 4-ാമത്തെ അക്ഷരം ഐൻ, 5-ാമത്തെ അക്ഷരം സ്വാദ്. ഇത് രണ്ടിനും മദ്ദുണ്ട്. ഒപ്പം വേറെ നിയമം കൂടെ ഉണ്ട്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഉറക്കാണോ? ഉറങ്ങല്ലേ, ഇപ്പൊ ഉറങ്ങാൻ പാടില്ല. നിങ്ങൾ ഉറങ്ങില്ലാന്ന് എനിക്കറിയാം. നല്ല കാറ്റടിക്കുന്നു, ഉറങ്ങണം തോന്നുന്നില്ലേ? അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇത് എന്തൊരു ഗ്രന്ഥാത്. ഇൻഷാ അല്ലാഹ് ശാസ്ത്രീയ ആയത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് കൂടുതൽ അത്ഭുതം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
നമുക്ക് അടുത്ത സെക്ഷൻ അതാണല്ലോ, അത് പറയാം, അന്ന് ശ്രദ്ധിക്കാം. പറയാം. ഐൻ, പിന്നെ സ്വാദ്, അത് മദ്ദ. ഐൻ എന്ന ഇൻ സുക്കൂനുള്ള നൂന, സ്വാദ് എന്നത് ഇഖ്ഫാഇന്റെ അക്ഷരമാണ്. അപ്പൊ സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ് വരുമ്പോ നൂൻ മറച്ച് മണിച്ച് പറയണം. അപ്പോ എങ്ങനെ? കാഫ് ഹാ യാ സ്വാദ്, അങ്ങനെ അതിന്റെ നിയമം. حاميم عين سين قاف. حاميم عين سين قاف. അതിന്റെ നിയമം അങ്ങനെയാണ്. 29 സൂറത്തുകൾക്കും ഇതുപോലെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന നിയമമുണ്ട്. പ്രവാചകന്റെ മുന്നിൽ നിൽക്കുന്ന അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും അലിയെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയും പോലെയുള്ള അനുചരന്മാരെ വിളിച്ചുകൊണ്ട് ഇന്നലെ അവർ ഒരു സർവകലാശാലയുടെ വാതുക്കൽ പോയിട്ടില്ലാത്ത, അറബി ഭാഷയുടെ പ്രാഥമിക അറിവ് പോലും പഠിച്ചിട്ടില്ലാത്ത നിരക്ഷനായ പ്രവാചകൻ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ അവൻ സൂക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആനിനെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ പാരായണ രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിന്റെ മദ്ദും അതിന്റെ ശദ്ദും അതിന്റെ ഇദ്ഗാമും അതിന്റെ ഇദ്ഗാം ബി ഉന്നയും ഇദ്ഗാമും ബിലാ ഉന്നയും അതിന്റെ ഇഖ്ലാബും അതിന്റെ ഇൽഹാറും അതിന്റെ ഇഖ്ഫാവും പാരായണ പഠിപ്പിക്കുകയും അതിന്റെ ആശയവും അതിന്റെ തഫ്സീറും പഠിപ്പിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന ثم ഇന്ന അലൈനാ ബയാന. അതിന്റെ വ്യാഖ്യാനം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം നബിയെ, നാം അങ്ങ് ഓതിത്തരാം. ആ ഓതിത്തരുമ്പോൾ ഓതിത്തരുന്നത് പോലെ അങ്ങ് ഓതണം. അതിന്റെ വ്യാഖ്യാനവും ഞാൻ പറഞ്ഞു തരാം. അപ്പൊ റസൂലുള്ളാഹിക്ക് നിയമം ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തു, ഒപ്പം അതിന്റെ തഫ്സീറും പഠിപ്പിച്ചു കൊടുത്തു. അത് റസൂലുള്ള സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ ജോലിയൊന്നുമല്ല. മദീനത്ത് കിടക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ ചെറിയ ജോലിയൊന്നും ചെയ്തിട്ടല്ല കിടക്കുന്നത്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ ഈ സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ റൗളയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടല്ലേ സഹോദരാത്. റസൂൽ വഫാത്താകുന്ന സമയത്തിന്റെ അവസ്ഥ എന്താ? ഖുർആൻ മനപ്പാടാക്കി പലരും പാരായണം പഠിച്ചു. മറ്റു ചിലരോ എഴുതി വെച്ചു, സൂറത്തുകൾ എഴുതി വെച്ചു. അങ്ങനെ നബി തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് ഭരണത്തിൽ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമാമയിൽ ഒരു യുദ്ധമുണ്ടായി. മുസൈലിമത്ത് എന്ന ഒരു കള്ളൻ വന്നു, കള്ളപ്രവാചകൻ. അയാളുമായി യുദ്ധത്തിന് പോയി. സിദ്ദീഖിന്റെ പട്ടാളം യുദ്ധം കഴിഞ്ഞു. മുസൈലിമ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. കള്ളപ്രവാചകനെ കൊന്നുകളഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ കൊന്ന ആളാണ്. മുസൈലിമത്തിനെ കൊന്നുകളഞ്ഞത്. ഉഹുദ് യുദ്ധം നാം വായിക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ആളാണ് വഹ്ശി. ആ ചരിത്രം വായിക്കുമ്പോൾ വഹ്ശിയോട് നമുക്ക് വെറുപ്പാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അത്രേ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കള്ളപ്രവാചകനെ ദൂരെ നിന്നുകൊണ്ട് ഹംസ എങ്ങനെയാണോ ചാട്ടുളി എടുത്തുകൊണ്ടെറിഞ്ഞത്, അതേപോലെ വഹ്ശി മുസൈലിമത്തുൽ കദ്ദാബിനെ എറിഞ്ഞു. ആ ഏറ് കൃത്യമായി നെഞ്ചിന്റെ മധ്യഭാഗത്ത് വന്ന് തറയ്ക്കുകയും മുസൈലിമത്ത് പെട്ടെന്ന് വീഴുകയും മരിക്കുകയും ചെയ്തു. വഹ്ശി പറയുമായിരുന്നു, ഞാൻ 2 പേരെ വധിച്ചിട്ടുണ്ട്. ഒന്ന് ഏറ്റവും നല്ല ഒരാളെയാണ്. അന്ന് ഞാൻ ജാഹിലിയ കാലഘട്ടത്തിലാണ്. എനിക്ക് വല്ലാത്ത ദുഃഖമാണ്. ഇന്ന് ഞാൻ കൊന്നുകളഞ്ഞു ഒരുത്തനെ, ഒരു കള്ളപ്രവാചകനെ എന്ന് വഹ്ശി പറയുമായിരുന്നു. അങ്ങനെ മുസൈലിമത്ത് വധിക്കപ്പെട്ടപ്പോൾ 700 സഹാബാക്കളാ യുദ്ധത്തിൽ മരിച്ചു അത്രേ. യമാമ റിയാദിനടുത്ത് ആ മഹാന്മാരുടെ ഖബറുകളുണ്ട്. 700 സഹാബാക്കൾ മരിച്ചു. അതിൽ ഭൂരിഭാഗവും ഖുർആൻ മനപ്പാടമുള്ളവരാണ്. സങ്കടത്തോടെ ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കറിനോട് പറഞ്ഞു, തങ്ങളെ
നമുക്കൊരു മുസ്ഹഫ് വേണ്ടേ? ഇപ്പോ നമുക്ക് മുസ്ഹഫ് ഇല്ല. നമ്മളൊക്കെ ഖുർആൻ മനപ്പാഠം പഠിച്ചവരാണ്. നമ്മളിൽപ്പെട്ട എല്ലാവരും അടുത്ത തലമുറയ്ക്ക് മനപ്പാഠമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്കൊരു ഗ്രന്ഥമായി മുസ്ഹഫായി രൂപപ്പെടുത്തിയാൽ എന്താ? അബൂബക്കറിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു അഭിപ്രായം വെച്ചു. സിദ്ദീഖ് തങ്ങൾ ആദ്യം അതിനെ എതിർത്തു. നബി ചെയ്യാത്ത കാര്യമല്ലേ ഉമറേ, നമുക്കത് ചെയ്യാമോ ഉമറേ എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി അത് ചെയ്തിട്ടില്ലല്ലോ, നമുക്കത് ചെയ്യാമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനോട് ചോദിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, നബി ചെയ്തിട്ടില്ല എങ്കിലും അത് നല്ല ഒരു കാര്യമല്ലേ, ബിദ്അത്തുൻ ഹസന എന്നാണ് അതിന് പറയുക, നല്ലൊരു കാര്യമല്ലേ, അത് നമുക്ക് ചെയ്യാം എന്ന് മഹാനായ ഉമർ പറയുകയും സിദ്ദീഖ് സമ്മതിക്കുകയും നബിയുടെ എഴുത്തുകാരനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാരഥന്മാരുടെ ഒരു അഡ്ഹോക് കമ്മിറ്റി എടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ നിന്ന് പേപ്പറിലേക്ക് പകർത്തുകയാണ്. ആദ്യമായി മുസ്ഹഫ് ഉണ്ടാകുന്നു. മുസ്ഹഫ് എന്നതിന്റെ പേര് മുസ്ഹഫ്. മീം സ്വാദ് ഹ ഫ, അതിന്റെ അർത്ഥം രണ്ട് ഏടുകളുടെ ഇടയിൽ ഉള്ളത് എന്നാണ്. മുസ്ഹഫ് രണ്ട് ഏടുകളുടെ ഇടയിൽ ഉള്ളത്. ഇത് നബി ചെയ്യാത്തൊരു കാര്യമായി ചെയ്തത് നമുക്കത് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല. ഇത് ബിദ്അത്താണ്, പക്ഷേ ബിദ്അത്തുൻ ഹസനത്താണ്, നല്ലൊരു കാര്യമാണ്. അപ്പൊ കുല്ലു ബിദ്അത്തിൽ ലലാല എന്ന ചില ഹദീസിൽ നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത് കുല്ലു ബിദ്അത്തിൻ സയ്യിഅത്തുൽ ലലാല, മോശമായ ബിദ്അത്ത് അത് ലലാലത്താണ്. ബിദ്അത്തിൻ ഹസനത്തുമുണ്ട്, ബിദ്അത്തുൽ ലലാലത്തുമുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യാം. ആ നല്ല കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച തത്വത്തിൽ നിന്നിട്ടായിരിക്കണം. ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ മറന്നു പോകണേ. ഉറങ്ങിയിട്ടുണ്ടോ? ആ പോയിന്റ് മനസ്സിലുണ്ടല്ലോ. ഇടയ്ക്കൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു മൗലിദ് ഓതും, റബീഉൽ അവ്വൽ വരാൻ പോകും. ഇത് നബി ചൊല്ലിയിട്ടുണ്ടോ? എവിടെങ്കിലും നബി മൗലിദ് ഓതിയിട്ടുണ്ടോ? ഉണ്ടോ? സംശയം. നബിന്റെ സഹാബാക്കൾ ഓതിയിട്ടുണ്ടോ? അവിടെ ശ്രദ്ധിക്കേണ്ടത്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ, മദീനത്തിൽ നബി എത്തുന്ന സമയത്ത് മദീനയിലെ ജനങ്ങൾ നബിയെ സ്വീകരിച്ചത് ഒരു പാട്ട് പാടിയിട്ട്. അത് നബി എഴുതി കൊടുത്ത പാട്ടല്ല. ഞാൻ വരുമ്പോ നിങ്ങൾ ഈ പാട്ട് പാടണമെന്ന് നബി എഴുതി കൊടുത്തതല്ല. 53-ാമത്തെ വയസ്സിലാണ് നബി അവിടെ എത്തുന്നത്. അപ്പൊ 13 കൊല്ലമായി ദീൻ പഠിപ്പിച്ചിട്ട്, തൗഹീദ് പഠിപ്പിച്ചിട്ട് മദീനത്തുകാർ പലരും വന്ന് നബിയിൽ നിന്ന് പഠിച്ചു. അപ്പൊ 13 വർഷം നബിയിൽ നിന്ന് പഠിച്ച അവർക്ക് നബി തങ്ങൾ പഠിപ്പിച്ച തത്വത്തിനെതിരല്ല നബിയുടെ മദ്ഹ് പറയലെന്ന് മനസ്സിലാക്കിയിട്ട് നബിയെ കണ്ടപ്പോ അവര് പറഞ്ഞു, من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي حبيباയ മുഹമ്മദ് മുസ്തഫ. ഇന്ന് നിങ്ങൾ മദീനയിൽ ചെന്നാൽ, അബ്ദുള്ള രാജാവ് ഭരിക്കുന്ന സൗദി അറേബ്യയിലെ മദീനയിൽ നിങ്ങൾ ചെന്നാൽ, ഓരോ നിസ്കാരവും കഴിഞ്ഞിട്ട് നമ്മൾ സൂഖിലേക്ക് ചെല്ലുമ്പോൾ ആ സൂഖിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഗാനം നിങ്ങൾക്ക് കേൾക്കാം. 10 രൂപയ്ക്കും 15 രൂപയ്ക്കും സീഡിയായി വിൽക്കുന്നു. മദീനത്തുകാര് പണ്ട് പാടിയതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുകൊണ്ട് മദീനത്തുകാര് പാടിയതാണ്. ആ പാട്ട് അവരെഴുതിയതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഞാൻ വരുമ്പോ ഇങ്ങനെ എഴുതണമെന്നും പാടണമെന്നും. നബി തങ്ങൾ പഠിപ്പിച്ച തൗഹീദിന് എതിരല്ല നബിയുടെ മദ്ഹ് പറയലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുചരന്മാർ പാടുകയും നബി എതിർക്കാതിരിക്കുകയും ചെയ്തെങ്കിൽ, ആ തത്വത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുമ്പോൾ അതിന് നമ്മൾ എതിർക്കുന്നത് അനിസ്ലാമികമാണ്. ഇടയ്ക്ക് പറഞ്ഞാണ് അത് ബിദ്അത്താണ്. ബിദ്അത്താണ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ കാര്യങ്ങൾ പഠിക്കാതെ വിമർശിക്കാൻ പാടില്ല. പിന്നെ തെറ്റായതെങ്കിലും ഭാഗമുണ്ടാവും, നമുക്ക് പരിശോധിക്കണം.
ചില മൗലൂദിൽ ബദർ യുദ്ധത്തിൽ 1000 പേര് പങ്കെടുത്തു എന്നാണല്ലോ ഉള്ളൂ ചരിത്രത്തിൽ. പിന്നെ ചില യുദ്ധത്തിൽ 10,000 പേര്, 1000 കുഫാറുകൾ അല്ലെ 10,000 കുഫാറുകൾ എന്ന് ചില മൗലൂദിലുണ്ടല്ലോ ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ട്. അത് ചിലപ്പോൾ ഹദീസിന്റെ റാവിമാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില എണ്ണങ്ങൾ അവരുടെ ഓർമ്മയിൽ നിന്ന് എഴുതിയെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർ എഴുതുമ്പോൾ എണ്ണങ്ങൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ എന്ന് വെച്ചാൽ അതിന്റെ കണ്ടൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. പോട്ടെ, നമുക്ക് തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ്, ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മുസാഫ് ഉണ്ടാക്കി. അത് ബിദ്അത്താണ്, പക്ഷേ ബിദ്അത്തുൻ ഹസനത്താണ്, നല്ലൊരു ബിദ്അത്താണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ശരി കുഴപ്പമില്ല, എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ആ മുസാഫ് വെച്ചു. 2 കൊല്ലവും 3 മാസവും കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. നബിയേക്കാൾ 2 വയസ്സിന് ഇളയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ 18ാമത്തെ വയസ്സിലാ, അബൂബക്കർ സിദ്ദീഖിന്റെ 18ാമത്തെ വയസ്സിലാ നബിയുടെ കൂട്ടുകാരനായത്. നബിക്ക് 20 വയസ്സ്, സിദ്ദീഖിന് 18 വയസ്സ്. 20 വയസ്സ് റസൂലുള്ളാഹിക്ക്, 18 വയസ്സ് അബൂബക്കർ സിദ്ദീഖിന്. അബൂബക്കർ സിദ്ദീഖിന് 61 വയസ്സുള്ളപ്പോഴാ മുഹമ്മദ് മുസ്തഫ വഫാത്ത് ആകുന്നത്. അന്ന് നബി തങ്ങൾക്ക് 63 വയസ്സാണ്. അങ്ങനെ കൃത്യം 63 വയസ്സ് അബൂബക്കറിനെത്തി. റസൂലുള്ളാഹി വഫാത്തായ അതേ പ്രായം അബൂബക്കറിനെത്തി. അദ്ദേഹം മരണശയ്യയിൽ കിടക്കാൻ പോകുന്നു. ആയിഷ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, വാപ്പ മരിച്ചാൽ വാപ്പാക്ക് ഒരു ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വാപ്പാക്ക് ഒരു ഖബർ കുഴിക്കണം. ജന്നത്തുൽ ബഖയിലാണ് സഹാബത്തിന്റെ ഖബറുള്ളത്. നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവിയുടെ മുറിയിലാണ്. ആയിഷ റസൂലുള്ളാഹിന്റെ ഭാര്യ, അവരുടെ വാപ്പ അബൂബക്കർ സിദ്ദീഖാണ്. അതുകൊണ്ട് പൊന്നുമകളെ, എനിക്കൊരു ഖബർ കുഴിക്കണം. ആ ഖബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനോട് അടുത്തായിരിക്കണം. പക്ഷേ നബിയുടെ ചുമലിന്റെ ഭാഗത്തെ എന്റെ തല വരാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം കിടക്കുക എന്നത് അതവുകേടാണ്. അതുകൊണ്ട് ചുമലിന്റെ ഭാഗത്തിന്റെ തല വരത്തക്ക വിധത്തിൽ ഖബർ അല്പം ഇറക്കി കുഴിക്കാവൂ എന്ന് ബഹുമാനപ്പെട്ട ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ശിരസിന്റെ അല്പം താഴെയായിട്ടാണ് സിദ്ദീഖിന്റെ തല വരത്തക്ക വിധത്തിൽ ഖബർ കുഴിച്ചിട്ടുള്ളത്. 2 കൊല്ലവും 3 മാസവും. അപ്പോൾ അദ്ദേഹത്തിന് 63 വയസ്സായി. റസൂലുള്ളാഹി വഫാത്തായ അതേ വർഷം തന്നെയാണ്, അതേ പ്രായത്തിൽ തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. നബി തങ്ങളുടെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ ഖബറുണ്ട്. നമുക്കിപ്പോൾ ചെന്നാൽ ആ ഖബർ കാണാൻ പറ്റില്ല, ഒരു കർട്ടൻ കൊണ്ട് മൂടിയിട്ടുണ്ട്. വിഷയത്തിലേക്ക് നമുക്ക് വരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. പിന്നെ ഉമർ ഭരണത്തിൽ വന്നു. 10.5 വർഷം അദ്ദേഹം ഭരിച്ചു. സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തെ കുത്തേറ്റ് നിലത്ത് വീണു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് കുത്തേറ്റ് നിലത്ത് വീണപ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ആയിഷാനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറഞ്ഞു, ആയിഷ ബീവി വന്നു, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? ഞാൻ മരിക്കുമ്പോ എനിക്കൊരു ഖബർ കുഴിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ ചാരത്തായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എനിക്ക് കിടക്കണം. അതുകൊണ്ട് നിങ്ങളുടെ വാപ്പ അബൂബക്കർ എന്നവർ എന്റെ കൂട്ടുകാരൻ കിടക്കുന്നത് നബിയുടെ അടുത്താണ്. അതുകൊണ്ട് എനിക്കൊരു ഖബർ അവിടെ കുഴിക്കാൻ നിങ്ങൾ അനുമതി നൽകണമെന്ന് പറഞ്ഞു. ആയിഷ ബീബി സമ്മതിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്കകത്ത് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഒന്നുകൂടി അവരോട് അനുവാദം ചോദിക്കണം കേട്ടോ. രണ്ടാമതായി, വാപ്പായുടെ മയ്യത്ത് ഖബറടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ ചുമലിന്റെ ഭാഗത്തെ എന്റെ തല വരാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിന്റെ ഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് വരാതിരിക്കാൻ അദ്ദേഹം വസിയത്ത് ചെയ്തു. എങ്കിൽ എന്റെ ശിരസ് വരുമ്പോ അബൂബക്കറിന്റെ ചുമലിന്റെ ഭാഗത്തെ വരാവൂ, ഖബർ ഇറക്കി കുഴിക്കണം എന്നാണ്. നമുക്കത് കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ മദീനത്ത് എന്നിട്ട് ആ റൗള ശരീഫ് സിയാറത്ത് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കിയാൽ, ആ ഹോളിന്റെ താഴെ നോക്കിയാൽ 3 വൃത്തം കാണാം. അവിടെ കുറെ വർഷമായി ജോലി ചെയ്ത ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ വൃത്തം സൂചിപ്പിക്കുന്നത് ഓരോ പ്രവാചകന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും ശിരസിന്റെ ഭാഗമാണ് എന്നാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധാനത്തിലേക്ക് പോയി നമുക്ക് അല്ലാഹു ഈമാൻ തന്ന് മരിപ്പിക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉമർ മരിച്ചു. അപ്പോൾ മുസാഫിന്റെ സ്ഥിതി അതാ, ശ്രദ്ധിക്കണേ നിങ്ങൾ. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നു. അദ്ദേഹം ഭരണത്തിൽ വന്ന സമയത്ത് ഗിബ്ബൻ പറഞ്ഞത്, മൊറോക്കോ മുതൽ ചൈന വരെ ഇസ്ലാം എത്തി. തോമസ് ആർനോൾഡ് ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ചൈന എന്ന ഏഷ്യ രാജ്യം മുതൽ ആഫ്രിക്കയിലെ മൊറോക്കോ വരെ ഇസ്ലാം വ്യാപിക്കുകയാണ്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ഇസ്ലാം എത്തി. പലരുടെയും ഖുർആന്റെ പാരായണത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ശ്രദ്ധയിൽ ചില അപാകതകൾ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇവരെന്ത് ചെയ്തു? സ്വന്തമായി പലരും മുസാഫ് എഴുതിയിട്ടുണ്ട്. മുസാഫ് ഇങ്ങനെ എഴുതി, ഖുർആൻ എഴുതി, അത് കൊണ്ടുവരാൻ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കൊണ്ടുവന്നപ്പോ ശ്രദ്ധിക്കണേ, ഖുർആനിന്റെ സൈഡിൽ മാർജിനിൽ ഖുർആനിന്റെ ചില പദങ്ങളുടെ അർത്ഥം അറബിയിൽ തന്നെ അവർ എഴുതി വെച്ചു. ഖുർആനിന്റെ അറബി പദം
അതിന്റെ സാഹിത്യ പദം ഉണ്ടാവുമല്ലോ, അതിന്റെ സൈഡിൽ അതിന്റെ അർത്ഥം അറബിയിൽ തന്നെ അവർ എഴുതി വെച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ സൈഡിൽ എഴുതി വെച്ച എന്താ, ഖുർആനാണോ അല്ലയോ? അത് ഖുർആനല്ല. അപ്പൊ ഖുർആനകത്ത് നിങ്ങൾ വേറെ അറബി എന്തിനാ എഴുതിയത്? ആ സൂക്ഷ്മത നോക്കണേ, സൂക്ഷ്മത. അത് തങ്ങളെ അതിന്റെ പര്യായം ഞങ്ങൾ ലളിതമായ ഭാഷയിൽ എഴുതിയെന്നല്ലേ ഉള്ളൂ. എടോ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ മുസാഫ് നിങ്ങളുടെ മക്കൾ വായിക്കുമ്പോൾ മാർജിനിലുള്ള, അതായത് ഖുർആൻ അല്ലാത്ത ചില കാര്യങ്ങൾ എഴുതി വെച്ചതും ഖുർആനാണെന്ന് അവർ മനസ്സിലാക്കൂലേ? അതുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ എല്ലാവരും കത്തിച്ചു കളയാൻ പറഞ്ഞു. അദ്ദേഹം അത് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സെയ്ദ് എഴുതിയ മുസാഫ് ഉമർ ഇബ്നു ഖത്താബിന്റെ മകൾ ഹഫ്സയുടെ കൈവശമുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ മകൾ ഹഫ്സയുടെ കൈവശത്ത് നിന്ന് മുസാഫ് വാങ്ങി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു 8 പതിപ്പ് എഴുതാൻ സെയ്ദിനെ ചുമതലപ്പെടുത്തി. ഒന്ന് അദ്ദേഹം സൂക്ഷിച്ചു, ഒറിജിനൽ കോപ്പി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹഫ്സയെ തിരിച്ചേൽപ്പിച്ചു. ബാക്കി 7 ഒന്ന് ബഹ്റൈനിൽ കൊടുത്തയച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം കൊടുത്തയച്ചു. മേലിൽ ഇത് നോക്കിയേ ഓതാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് റസ്മുൽ ഉസ്മാനി. ശ്രദ്ധിക്കണേ, റസ്മുൽ ഉസ്മാനി, മേലിൽ ഇതേ ഓതാവൂ എന്ന്, ഇത് നോക്കി എഴുതാവൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും നബി തങ്ങളുടെ ശിഷ്യനുമായ സെയ്ദ് റളിയല്ലാഹു അൻഹു എഴുതിയ മുസ്ഹഫ്, ഉസ്മാന്റെ കൈവശമുണ്ടായിരുന്ന മുസ്ഹഫ്, അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്ത് അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ച് ഖവാരിജിയാക്കൽ എന്ന ശത്രുക്കൾ അദ്ദേഹത്തിന്റെ പള്ളയിൽ വന്ന് കുത്തിയിട്ട് ഓടിക്കളഞ്ഞു. കുത്തേറ്റ് അദ്ദേഹം നിലത്ത് വീണു. മുസ്ഹഫിനകത്ത് ചോര തെറിച്ചു. മുസ്ഹഫ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ ഖുർആനിൽ ചോര വീഴാതിരിക്കാൻ എന്റെ മാറിൽ അവർ ആഞ്ഞു കുത്തുമ്പോൾ, എന്റെ വയറിൽ അവർ ആഞ്ഞു കുത്തുമ്പോൾ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടോ മറ്റോ നിന്റെ മുസ്ഹഫിൽ ചോര വീണിട്ടുണ്ട്. അല്ലാഹുവേ, നാളെ പരലോകത്തെത്തുമ്പോൾ നജസായ രക്തം നിന്റെ മുസ്ഹഫിൽ പുരട്ടിയെന്ന ഒരു പേര് ദോഷം എനിക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ തലപ്പാ വഴിക്കുകയാണ്. തലപ്പാ വടിച്ചുകൊണ്ട് ഈ ഖുർആനിൽ പറ്റിയിരിക്കുന്ന ചോര ഞാൻ തുടച്ചു നീക്കുകയാണ്. ഇത് നീക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് മരിച്ചു പോയാൽ അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തലപ്പാ വടിച്ചിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ മുസ്ഹഫിൽ പറ്റിയിരുന്ന ചോര തുടച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇബ്നു ബത്തൂത്ത തന്റെ റിഹലയിൽ അദ്ദേഹം ഈ മുസ്ഹഫ് മൊറോക്കോയിൽ വെച്ച് കണ്ടു. 14-ാം നൂറ്റാണ്ടിലോ മറ്റോ മൊറോക്കോയിൽ വെച്ച് കണ്ടു എന്ന് ഇബ്നു ബത്തൂത്ത തന്റെ റിഹലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ മുസ്ഹഫ് ഉണ്ട് ഒരു സ്ഥലത്ത്, എവിടെയാണെന്നറിയുമോ നിങ്ങൾക്ക്? റഷ്യയിലെ ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ. റഷ്യയിലെ ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ ഇതുണ്ട്. 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ നിന്നാണ് ഈ മുസ്ഹഫ് കണ്ടെടുത്തത്. ഞാൻ അതിന്റെ ചരിത്രം കൂടുതൽ പറയുന്നില്ല. ഹിറ്റ്ലറുടെ കയ്യിൽ എങ്ങനെ മുസ്ഹഫ് വന്നു, ഇൻഷാ അല്ലാഹ് മറ്റൊരു വിശദീകരണത്തിൽ ഞാൻ പറയാം, അടുത്തൊരു വേദിയിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ. ഹിറ്റ്ലർ, സോവിയറ്റ് റഷ്യയുടെ പട്ടാളം ഹിറ്റ്ലറിനെ വളഞ്ഞു. നിവൃത്തിയില്ലാതെ ഹിറ്റ്ലർ തന്റെ വെപ്പാട്ടി ഇവാ ബ്രൗണിനെ വെടിവെച്ചു. തന്റെ വളർത്തുന്ന ഇഞ്ചക്ട് ചെയ്ത് കൊന്നു. അവസാനം ഇയാൾ റിവാൾവർ എടുത്തു, തലയിൽ വെച്ചു, അമർത്തി കാഞ്ചി. നിമിഷ നേരങ്ങൾ കൊണ്ടൊന്ന് പിടഞ്ഞു. 80 ലക്ഷത്തിൽ പരം ജനങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് കൊണ്ട് നശിപ്പിച്ച സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറിന്റെ അന്ത്യം അങ്ങനെയായിരുന്നു. റഷ്യൻ പട്ടാളക്കാർ ഇദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. ആ കോട്ടയ്ക്കകത്ത് നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് ഉസ്മാന്റെ ചോരപുരണ്ട മുസ്ഹഫ് കിട്ടി. റഷ്യൻ പട്ടാളം നേരെ അത് കൊണ്ടുപോയി ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു. ഈ 2013 ജാനുവരി മാസം ഈ തീയതി, ഈ സമയത്ത് റഷ്യൻ മ്യൂസിയത്തിൽ ആ മുസ്ഹഫ് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഷ്യയുടെ മ്യൂസിയത്തിൽ ആ മുസ്ഹഫ് സൂക്ഷിച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് USSR തുടങ്ങിയ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരും മുഴുവനും കാർബൺ 14 എക്സാമിനേഷൻ നടത്തിയിട്ട് ഉസ്മാൻ എന്ന പ്രവാചകന്റെ അനുചരന്റെ കാലഘട്ടത്തിൽ പ്രവാചകനെ നേരിട്ട് കണ്ട സെയ്ദ് എന്ന വ്യക്തി എഴുതിയതാണ് എന്ന് വ്യക്തമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളം മുതൽ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾ ുള്ള പള്ളികളിലും മുസ്ലിം ഭവനങ്ങളിലും മദ്രസകളിലും അനാഥാലയങ്ങളിലും വെച്ചിരിക്കുന്ന മുസ്ഹഫ് 14 നൂറ്റാണ്ട് കാലത്തിന് മുമ്പ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എഴുതിയ അതേ ഖുർആനിന്റെ പകർപ്പ് തന്നെയാണ്. ഒരു പദം പോലും കൂടുകയോ ഒരു പദം പോലും കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല. സംശയമുള്ളവർക്ക് റഷ്യയിലെ ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ കാണാം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഖുർആൻ ഇറക്കിയത്, നാം തന്നെ അത് കാത്തു സൂക്ഷിക്കും. ഒരു പദം പോലും അതിനകത്ത് കൂടുതൽ കയറ്റുകയോ ഒരു പദം പോലും കുറയ്ക്കാതെ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ.
നാമാണ് ഖുർആൻ ഇറക്കിയത്, നാം തന്നെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് ബയ്യന അല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ ഇരിപ്പുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് പോയി കാണാം. ലോകത്ത് ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ, ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഖുർആൻ അല്ലാത്ത ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഒരു പേജ് അത് പഠിപ്പിച്ച അധ്യാപകനെ നേരിട്ട് കണ്ട വ്യക്തികൾ എഴുതിയതാണെന്ന് ചരിത്രപരമായി ഗവേഷണ നിരീക്ഷണ പരീക്ഷണം നടത്തിയത് ഒരു പേജിന്റെ കുറിപ്പെങ്കിലും കാണാൻ സാധ്യമല്ലാതിരിക്കുമ്പോ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിന്റെ ദുർഗന്ധം കൊണ്ട് മലീമസമായ ശവപ്പറമ്പിൽ ഉറക്കെ ഒന്ന് കരയാൻ പോലും കഴിയാതെ മനുഷ്യ നിർമ്മിതമായ പ്രത്യശാസ്ത്രം ഭൂതകാലത്തിന്റെ വേലിയേറ്റത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിൽ സഹിഷ്ണുതയുടെയും സദാചാരത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രോജ്വലമായ പ്രത്യശാസ്ത്രം മനുഷ്യ മസ്തിഷ്കങ്ങളിൽ അത്ഭുതകരമായ സ്നേഹം നൽകിയിട്ട് ഉഗ്രമായ ഒരു പ്രായോഗിക ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഖുർആൻ അതേ സ്ഥിതിയിൽ ഇന്ന് റഷ്യയിലും ടർക്കിഷ് മ്യൂസിയത്തിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനും ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ ഓക്സ്ഫോർഡ് സർവകലാശാലയും വരുന്നതിന് മുമ്പ്, കാർബൺ 14 കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആധുനിക ശാസ്ത്രത്തെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ജീവശാസ്ത്രപരമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചും മറ്റും പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിഷ്പക്ഷ ബുദ്ധിമാന് പറയേണ്ടി വരും ഇത് മനുഷ്യന്റെ രചനയല്ല, ഇത് അല്ലാഹുവിന്റെ രചനയാണ് എന്ന് പറയേണ്ടി വരും. അതിന്റെ തെളിവ് ഖുർആനിനകത്തുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന്, ഞാന് ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ഉമ്മായുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിക്കുക. നമുക്കൊക്കെ അറിയാം, ഇന്ന് 9 മാസം അല്ലെ 7 ദിവസമാണ് ഒരു കുട്ടി വയറ്റിൽ കിടക്കുക, അല്ലെ 6 ദിവസം, അതിന് മുമ്പ് പ്രസവിക്കുക, ശേഷം പ്രസവിക്കുക. എങ്കിലും 2 കൊല്ലവും 3 കൊല്ലവും ഒന്നും ഉമ്മയുടെ വയറ്റിൽ കിടന്ന ചരിത്രം നമുക്കറിയില്ല. ഉമ്മായുടെ വയറ്റിൽ ആദ്യം എന്ത് സംഭവിക്കും, രണ്ടാമത്തെ ഘട്ടം എന്ത്, മൂന്നാമത്തെ ഘട്ടം, 4ാമത്തെ ഘട്ടം, 5ാമത്തെ ഘട്ടം എന്ത്, ഇത് ഇന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഗർഭാശയത്തിനകത്ത് വളരുന്ന ഭ്രൂണത്തെക്കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്രബന്ധങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ലേ? ഒന്ന് ശ്രദ്ധിക്കാം. ശാസ്ത്രം പറയുന്നത് ഹൈപ്പോതാലമിസ് എന്ന ഒരു ഘടകമുണ്ട് മനുഷ്യന്റെ തലയോട്ടിക്കകത്ത്. ഹൈപ്പോതാലമിസ് എന്ന പേരുള്ള ഈ ഘടകമാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒപ്പം അവന്റെ ജോലിയാണ് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. പുരുഷനാണെങ്കിൽ സ്ത്രീ ശബ്ദം മാറ്റി പുരുഷ ശബ്ദം കൊടുക്കുന്നതും ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഇപ്പൊ നമ്മൾ 10 വയസ്സുള്ള ഒരു ആൺകുട്ടി, ഇവിടെ മുതൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, 10 വയസ്സുള്ള ഒരു ആൺകുട്ടി അപ്പം പാടിയാൽ പെണ്ണിന്റെ സ്വരമായിരിക്കും. നമുക്കറിയാലോ, നമ്മൾ മദ്രസയിലെ കുട്ടികളൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. ആ കുട്ടി പാടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തൊളി മഹമൂദരെ മദ്ഹു പാട്ട് പാടിടാം, പാട്ടു കേട്ടുറങ്ങണം പൂങ്കുറുഞ്ഞി പൈതലേ. അതൊരു 10 വയസ്സുകാരൻ പാടുമ്പോൾ ഒരു സ്ത്രീ ശബ്ദത്തിലേക്കാണ് സാദൃശ്യം ഉണ്ടാവുക. അത് പുരുഷ ശബ്ദമായി മാറുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ്. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ശബ്ദം മാറി, പുരുഷ ശബ്ദം വന്നു. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ചിലർക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെ പ്രവർത്തനം ശരിക്കും നടക്കൂല. അതുകൊണ്ട് 30 വയസ്സെത്തിയാലും പെണ്ണിന്റെ ശബ്ദത്തില് അവൻ സംസാരിക്കും. ഇതേ ഗ്രന്ഥിയാണ് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ, ബയോളജിയാണ്.
ഒരു ദിവസം ദശലക്ഷക്കണക്കിന് ബീജാണുക്കൾ നിർമ്മിക്കും. നിർമ്മിച്ച ബീജാണുക്കൾ എപ്പിഡൈമിസ് കനാലിൽ സൂക്ഷിക്കപ്പെടും. സൂക്ഷിക്കപ്പെടുന്ന ബീജാണുക്കൾക്ക് കഴിക്കാൻ ആഹാരമായി കൂപ്പർ സെമീനൽ വെസിക്കിൾസ് എന്ന സംഭവം അള്ളാഹു പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഒരു സമയത്ത് ഇത് വിസർജിക്കപ്പെടുമ്പോൾ, ആ വിസർജിക്കപ്പെടുന്ന ആരോഗ്യവാനായ ഒരു പുരുഷൻ വിസർജിക്കുമ്പോൾ അവന്റെ ഇന്ദ്രിയത്തിന്റെ അളവ് 3/4 മില്ലി ആണ്. ആ 3/4 മില്ലി ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് വരുന്ന ബീജാണുക്കൾ ഉണ്ടാവും. ആ കോടിക്കണക്കിന് വരുന്ന ബീജാണുക്കളിൽ പുരുഷന്റെ ശുക്ലത്തിൽ എക്സ് വൈ 2 ഘടകങ്ങൾ ഉണ്ടാവാം. എക്സ് വരാം, വൈയും വരാം. സ്ത്രീക്ക് എക്സ് എന്ന ക്രോമസോമ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് എന്ന സ്ത്രീയുടെ ക്രോമസോമിലേക്ക് പുരുഷന്റെ ബീജത്തിലെ വൈ ക്രോമസോമാണ് പോകുന്നെങ്കിൽ Y+X=boy, അവൾ പ്രസവിക്കുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കും. നേരെ മറിച്ച് പുരുഷ ബീജത്തിലെ എക്സ് ക്രോമസോമാണ് പുരുഷ ബീജത്തിലേക്ക് പോകുന്നെങ്കിൽ X+X=girl, പെണ്ണ് കുട്ടി പെണ്ണായി മാറും. പോവട്ടെ, അങ്ങനെ X+Y അല്ലെങ്കിൽ X+X എന്ന 2 ക്രോമസോമുകൾ ചേർന്നു. ഇത് ഗർഭപാത്രത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഫെലോപ്പിയൻ ട്യൂബിന്റെ അഗ്രത്ത് വെച്ച് ഒരു പന്ത് പോലെ രൂപാന്തരം പ്രാപിച്ച്, ആ പന്ത് പോലെ രൂപാന്തരം പ്രാപിച്ച് ഗർഭാശയത്തിൽ വന്നിട്ട് ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കും. കുറെ കഴിയുമ്പോൾ അത് രക്തക്കട്ടയായി, കുറെ കഴിയുമ്പോൾ അത് മാംസക്കട്ടയായി, കുറെ കഴിയുമ്പോൾ അത് മാറി എല്ലുകളായി, കുറെ ദിവസം കഴിയുമ്പോൾ എല്ലുകൾ മാറിയിട്ട് എല്ലുകളിൽ മാംസം വന്നങ്ങനെ പൊതിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഒരു പൂർണ്ണ വളർച്ചയെത്ത കുട്ടിയായി പിന്നെ അവൾ പ്രസവിക്കുന്നു. ഇതാണ് ശാസ്ത്രീയമായി 50 ഗ്രാം തൂക്കം വരുന്ന ഗർഭപാത്രത്തിനകത്ത് നടക്കുന്ന ഭ്രൂണത്തിന്റെ ഗതിമാറ്റത്തെ സംബന്ധിച്ച് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത്. ഇത് 1823 മുമ്പ് ശാസ്ത്രത്തിന് അജ്ഞാതമായിരുന്നു. 1900 ശേഷമാണ് ആധുനിക ജീവശാസ്ത്ര പഠനം ഇതനുസരിച്ച് ഉണ്ടായത്. ആധുനിക ശാസ്ത്രം ഇത് കണ്ടെത്തുന്നതിന് 13 നൂറ്റാണ്ടിന് മുമ്പ് മദീനയിലെ ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ പള്ളിക്കകത്ത് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും പഠിച്ച പ്രവാചകൻ അനുചരന്മാർക്ക് ആധുനിക ശാസ്ത്രത്തെ വിസ്മയിപ്പിക്കുന്ന ഈ ജീവശാസ്ത്രം ഖുർആനകത്തൂടെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ഇത് മനുഷ്യന്റെ രചനയല്ല, അള്ളാഹുവിന്റെ രചനയാണെന്ന് ഒരു നിഷ്പക്ഷ ബുദ്ധിമാന് പറയേണ്ടി വരും.